കഥാപാത്രത്തിൽ നിന്ന് വികസിച്ച ചിത്രമാണ് ഭ്രമരം. നടൻ എന്ന നിലയിൽ മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിൽ എടുത്തു പറയേണ്ടുന്ന കഥാപാത്രം. അത്യന്തം ദുർഘടമായ ലൊക്കേഷനുകളിൽ സാഹസികമായ രംഗങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന ലാൽ ഭ്രമരത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. നമസ്കാരം. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? നല്ല വിശേഷം, സന്തോഷം. ഭ്രമരം ഇതിലെ കഥാപാത്രം ഒരു സാധാരണമല്ലാത്ത ഒരു കഥാപാത്രമാണ് എന്ന വൺ ലൈൻ പറയുമ്പോൾ തന്നെ ലാലേട്ടന് തോന്നിയിട്ടുണ്ടായിരുന്നു. വളരെ സാധാരണക്കാരനായ ഒരു കഥാപാത്രമാണ്. പക്ഷേ ചില പ്രത്യേക കാരണങ്ങൾ അയാൾ അസാധാരണമായി മാറുന്നു. അതാണ് നമ്മൾ അതിനൊരു ബ്രൂട്ടലി ഇന്നസെൻ്റ് എന്ന് നമ്മൾ കൊടുത്തത്. വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള, വളരെ പ്രകൃതിയെ അല്ലെങ്കിൽ പൂക്കളെയോ ഫാമിലിയോ ഒക്കെ സ്നേഹിക്കുന്ന സാധാരണക്കാരനായ ഒരാൾ അയാൾ ഒരു നിമിഷം ഒരു ചില പ്രത്യേക മാനസികാവസ്ഥയിൽ വേറൊരാളായിട്ട് മാറുന്നു. അതാണ് അതിൻ്റെ രസവും. അതായിരുന്നു ആ കഥാപാത്രത്തിനെ പെട്ടെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പെട്ടെന്ന് ചോദിക്കാൻ എന്താണ് ശിവൻകുട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാവുന്നതാണ്. ശ്രീ ബ്ലെസ്സി ഇതിൻ്റെ വൺ ലൈൻ അങ്ങോട്ട് പറയുമ്പോൾ കഥാപാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് അത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു കഥാവികാസം? ചില കഥകൾ ആദ്യം പറയുമ്പോൾ തന്നെ അതിനൊരു പെർഫെക്റ്റ് കഥ, ഒരു സ്ക്രിപ്റ്റ് കറക്റ്റായിട്ട് വരും. പലപ്പോഴും ഞാൻ ഇത്തരം കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള പല സംശയങ്ങളുണ്ടാകും അല്ലേ? അപ്പോൾ ആ സംശയങ്ങൾ ചോദിക്കും. അപ്പോഴായിരിക്കും ഒരു പുതിയ തോട്ട് അവർക്കുണ്ടാകും. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞുണ്ടായൊരു കഥയാണ്. പക്ഷേ ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ബ്ലെസ്സി പറയുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഒരു കഥ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു പെപ്പുണ്ടാവും, ഒരു ത്രില്ലുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കഥ നമുക്ക് കേട്ട ഭയങ്കര ത്രില്ല് തന്നെയായിരുന്നു. കാര്യം ആരും ചിന്തിക്കാത്ത തരത്തിലുള്ളൊരു കഥയാണ്. അങ്ങനെ ആകുമ്പോഴാണല്ലോ ഒരു പുതുമ ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ ബ്ലെസ്സിയുടെ ഒരു അന്വേഷണമായിരുന്നു ആ കഥ. ബ്ലെസ്സി ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ബ്ലെസ്സി എന്നോട് പറഞ്ഞത് ബ്ലെസ്സിക്കും ശിവൻകുട്ടി ആരാണെന്ന് മനസ്സിലായത് എന്ന് പറയാം. അത് റൈറ്ററുടെ സ്കില്ലാണ്. പിന്നെ അദ്ദേഹം ഒരു അന്വേഷണമായിരുന്നു, ഇത് എവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റും, അതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ. നമുക്ക് മറ്റ് പല സിനിമകളെക്കാട്ടിലൊക്കെ ഫിസിക്കലും അല്ലെങ്കിൽ ഒരു മെൻ്റലി ഒക്കെ ഭയങ്കരമായി ജോലി ചെയ്യേണ്ടിയിരുന്നൊരു സിനിമയായിരുന്നു ഭ്രമരം. ഈ വണ്ടി ഇനി നിർത്താനേ പോകുന്നില്ല. ഈ സിനിമയിൽ ഒട്ടുമിക്ക സീനുകളിലും ഒരു ഇരട്ട ഭാവമാണ്, ഇരട്ട വികാരം. ആ ഇരട്ട ഭാവത്തെ എങ്ങനെയാണ് അതിൻ്റെ ഒരു വേർതിരിവ് ഉണ്ടാക്കിയെടുത്തത് എങ്ങനെയാണ്? വളരെ പെട്ടെന്നാണ് അയാളെ കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരാളാണ്. അതാണ് അയാൾ പെട്ടെന്ന് സന്തോഷവാനാകും, പെട്ടെന്ന് ദുഃഖിക്കും, പെട്ടെന്ന് വയലൻ്റ് ആകും. ഒരു പ്രത്യേക അവസ്ഥയിലുള്ള ഒരാളാണ്. അത് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനുപരി ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി തരുന്നതാണ്. അതാണ് അതിൻ്റെ ബ്രില്യൻസ് സ്ക്രിപ്റ്റിൻ്റെ. ആ സ്ക്രിപ്റ്റാണ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്നു, അത് ഓക്കെ ആണെങ്കിൽ അതിൻ്റെ സംവിധായകൻ ഓക്കെ എന്ന് പറയുന്നത്. അപ്പം ബേസിക്കലി ശിവൻകുട്ടി ആരാണെന്ന് എന്നെക്കാട്ടിലും കൂടുതൽ ബ്ലെസ്സിക്കറിയാം. ആ ബ്ലെസ്സിയുടെ അറിവിൻ്റെ മുകളിൽ നമുക്ക് എത്താൻ പറ്റിയാൽ അല്ലേ? എപ്പോഴും അങ്ങനെയാണ് സംവിധായകൻ വിചാരിക്കുന്ന ഒരു കഥാപാത്രത്തിന് അദ്ദേഹം കൊടുക്കുന്ന ഒരു മൂല്യമുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം വിചാരിക്കുന്നു ഇതാണ് എൻ്റെ കഥാപാത്രം. ആ കഥാപാത്രത്തിൻ്റെ മുകളിലേക്ക് ആ കഥാപാത്രത്തെ കൊണ്ടുപോകുക എന്ന് പറയുന്നതാണ് ഒരു ആക്ടറുടെ ധർമ്മം. അത് പലപ്പോഴും വിജയിക്കും, പലപ്പോഴും പരാജയപ്പെടാം. അപ്പോൾ അതിൽ വിജയിച്ചു കഴിയുമ്പോഴത്തേക്കാണ് ആ കഥാപാത്രം അയാളുടെ കയ്യിൽ നിന്നും പോയിട്ട് വീണ്ടും വലുതാകുന്നത്. അതൊരു ഭാഗ്യമാണ്. കൂടെ അഭിനയിക്കുന്ന ആൾക്കാരുടെ തീർച്ചയായിട്ടും അവരുടെയൊക്കെ ഹെൽപ്പ് ഉണ്ടാകണം. പിന്നെ ബേസിക്കലി ഈ സിനിമയുടെ സക്സസ് എന്ന് പറയുന്നത് അതിൻ്റെ ബ്രില്യൻസ് ഓഫ് ഇൻസ്ക്രിപ്റ്റിംഗ് ആണ്. അതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് അതിൻ്റെ ദൈവം. അതിൻ്റെ ഈ ടെക്നിക്കൽ സൈഡ്, ഈ ഷാർപ്പ് കട്ടിങ് ആണെങ്കിലും ഗൈഡ് ചെയ്തിരിക്കുന്നതാണെങ്കിലും ഒക്കെ ഇത് ഈ സിനിമയുടെ ഒരു അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു എന്താണ് പറയുക, ഒരു ക്യൂരിയോസിറ്റിയെ ഒന്ന് വളർത്താൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നില്ലേ? തീർച്ചയായും ആ സിനിമയുടെ മേക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ബ്രില്യൻ മേക്കിംഗ് ആണ്. കാര്യം ഒരു കാറിൻ്റെ അതിൽ സഞ്ചരിക്കാൻ എത്രയോ സിനിമകൾ നമ്മൾ കാറിൻ്റെ അതിൽ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാറിൻ്റെ മുകളിൽ നമ്മൾ സാധാരണ ഒരു ക്രെയിൻ അല്ലെങ്കിൽ ഒരു ആം എന്ന് പറയും നമ്മൾ, അതിട്ടിട്ട് അതിനെ 360 ഡിഗ്രിയിൽ ഷൂട്ട് ചെയ്യാൻ നമ്മൾ റണ്ണിങ് കാറിൽ നമ്മുടെ ക്യാമറയിൽ വേറെ വണ്ടികൾ വന്ന് ഇടിച്ചിട്ടുണ്ട്. നമുക്കൊരിക്കലും